ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഹാപ്പി ടൈംസ്. ഇന്നത്തേതൊരു ഹോസ്പിറ്റൽ വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ സ്കാനിങ് ഡേ ആണ്. പെട്ടെന്ന് തന്നെ രാവിലത്തെ അന്തരീക്ഷമൊക്കെ മാറി കാറിൽ കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയ മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ നല്ല പേരുമഴ. അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്ക് യാത്ര ചെയ്യാൻ നല്ല സുഖമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാനെന്താ ഈ തോണ്ടി നോക്കുന്നതെന്നല്ലേ, വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ആൾ നല്ല ആക്റ്റീവാണ്. എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്നത് വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. മൂവ്മെൻറ്റ്സ് ഇല്ലാതെ 2-3 വട്ടം പണി നിന്നപ്പോഴും ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന മാർഗ്ഗം ഇതായിരുന്നു. കാറിൽ കയറി കുറച്ച് ദൂരം ചെന്നപ്പോൾ 2 വട്ടം ആൾ ഓക്കെ ആയി. ഒരു വട്ടം ആളും വിചാരിച്ചു, നീയൊക്കെ അങ്ങനെ സൂഹിക്കണ്ട, ഹോസ്പിറ്റലിൽ പോയേ പറ്റൂന്ന്. ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം ആളുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. എന്നാലും ചെറിയ ടെൻഷനും ഉണ്ടായിരുന്നു, ഇനിയും ഡോക്ടർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പറയുമോ അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഇവർക്കൊക്കെ ആവശ്യമുള്ള സമയത്ത് പമ്മിയിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ട് ആകെപ്പാട് മനസ്സിലൊരു ചെറിയ ടെൻഷനായിരുന്നു. ഹോസ്പിറ്റലിലെത്തിയപ്പം അന്യായ തിരക്ക്. എങ്ങനെ തിരക്കില്ലാതിരിക്കും അല്ലേ? ഓരോ ദിവസം കഴിയുന്തോറും രോഗികളുടെ എണ്ണം കൂടുമല്ലേ. ഒരിക്കലും അടച്ചു പൂട്ടേണ്ടി വരാത്ത ഒരു മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റൽ തന്നെ നമുക്ക് പറയാം. ഹോസ്പിറ്റലിലെത്തിയപ്പോഴും കുഞ്ഞൂസ് നല്ല ആക്റ്റീവായിരുന്നു. അങ്ങനെ ടെൻഷൻ അടിച്ചതുപോലൊന്നും വന്നില്ല. സ്കാനിംഗ് ഒക്കെ ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. സ്കാൻ ചെയ്യുന്ന ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയില്ലല്ലോ. നമ്മുടെ ഡോക്ടറെ കാണിച്ചെങ്കിൽ മാത്രമല്ലേ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുള്ളൂ. ആ ഒരു ടൈമിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് അടുത്ത ടെൻഷൻ. ഇനി ഡോക്ടർ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയുമോ ഇല്ലയോ എന്ന്. അതേപോലെ തന്നെ വേറൊരു കാര്യം, സ്കാനിങ് റിപ്പോർട്ട് കൈ കിട്ടുമ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും കുറേ സമയം അതിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വേറെയാണല്ലേ. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? എന്തായാലും റിസൾട്ട് കയ്യിൽ കിട്ടി, ഡോക്ടറെ കാണിച്ചു, ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. അത് കേട്ടപ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ. അങ്ങനെ രാവിലെ ഹോസ്പിറ്റലിനകത്ത് ചെന്ന് കയറിയിട്ട് ഒരു സ്കാനിങ് കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരമായി. അങ്ങനെ വൈകിട്ടെങ്കിലും ഹോസ്പിറ്റലിൽ നിന്നൊന്ന് ഇറങ്ങാൻ പറ്റി. പുറത്തിറങ്ങിയപ്പോൾ രാവിലെ നമ്മളെ കൊണ്ടെത്തിച്ച അതേ മഴ അതിനെക്കാട്ടി ശക്തിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ഹോസ്പിറ്റൽ ഡേയും ഭംഗിയായിട്ട് കഴിഞ്ഞു. അമ്മയാകാൻ പോകുന്ന ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.